ഒരടി അങ്ങോട്ട് ഞാൻ മുന്നിക്ക് വെച്ചാലേ ഈ വീട്ടിൽ ഇപ്പം അടി നടക്കും. കാര്യം വേറൊന്നല്ല, പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല. ബാക്കിയുള്ളടത്ത് കൂടെ കട്ടിലിസ് നടക്കാനൊക്കെ പറ്റും, തൊടാനും പിടിക്കാനൊന്നും പാടില്ല. അടുക്കളയ്ക്ക് അത് കയറിയ സ്വഭാവം മാറും. ഭക്ഷണമൊക്കെ വല്ല ഹോട്ടലിൻ്റെ പോലെ അങ്ങനെ മുന്നിക്ക് കൊടുന്ന് ചേരും. അതെന്താ അങ്ങനെയൊന്നാവല്ലേ? 1.5 വയസ്സായതിൻ്റെ ചെക്കനാട്ടോ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ ചിരി കാണാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പിന്നെ ഇത്രയും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യാൻ. ഞാൻ ഒന്നിക്കും കൈ കടത്താൻ വരില്ലല്ലോ. ഈ കാണുന്ന 2 ആൾക്കാരില്ലേ, ഇവരാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും വലിയ പീരീഡ്സ് വിരോധികൾ. നോക്കി, എനിക്ക് റീൽ കണ്ടപ്പോൾ ഒരേ സമയം അത്ഭുതം ഇല്ലായ്മയും ഫീൽ ചെയ്തു. ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ള റിയാലിറ്റി എനിക്ക് അറിയാവുന്ന സമയത്തും ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അടുക്കളയിൽ പോലും കയറാൻ സമ്മതിക്കാത്ത, അയിത്തം പിടിച്ച, ഭക്ഷണത്തിൽ പോലും തൊടാൻ സമ്മതിക്കാത്ത അയിത്തം പിടിച്ച ഫാമിലിയൊക്കെ ഇപ്പൊ അധികം ഉണ്ടാവാത്തതാണ്. പക്ഷെ അതിപ്പോഴും ഉണ്ടല്ലോ. പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പോഴും അതേ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെയാണ്. അവരെ നമുക്ക് പറഞ്ഞു മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പം ശരിയാണ്, അതിപ്പോഴും നിലവിലുണ്ട്. പുതിയ തലമുറയിലുള്ള നമ്മൾക്ക് അതിനെ എതിർക്കാം, നമുക്ക് അതിനെ നമുക്ക് തിരസ്കരിക്കാം. പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒരു കുടുംബത്തിനകത്ത് താമസിക്കുമ്പോൾ അവർ പറയുന്ന റൂൾസ് ഒക്കെ കണ്ട് വളർന്ന ആൾക്കാർ ചിലപ്പോൾ അതിനെ പ്രാക്ടിക്കലി അത് എതിർക്കാൻ അവർക്ക് പറ്റണമെന്നില്ല. പക്ഷെ ഇപ്പൊ എന്റെ സംശയം, പിന്നെ എന്തിനാണ് ഈ റീൽ ചിത്രീകരിച്ച് ഇതെല്ലാവരും അറിയിക്കണമെന്നോ? ഇങ്ങനൊരു സംവിധാനമുണ്ട്, അതൊരു പ്രതിഷേധമായിട്ടാണോ? അവരുടെ വീഡിയോ ഉൾപ്പെടെ കാണിച്ചേക്കുന്നു അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ അങ്ങോട്ട് മനസ്സിലായില്ല.